ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചിക്കൻ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടോ? ആദ്യം നമ്മൾ കടുകിട്ട് മൂപ്പിക്കുന്നു. കടുക് പൊട്ട് കഴിയുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് അടുത്തായിട്ട് നമ്മൾ സവാളയും തക്കാളിയും ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. സവാളയും തക്കാളിയും ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വെളിച്ചെണ്ണ കുറച്ച് ഈ സവാളയുടെയും തക്കാളിയുടെയും ഇങ്ങനെ പുരണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ആ ടേസ്റ്റ് അങ്ങോട്ട് വ്യത്യാസം വരും. അപ്പോൾ വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ നമ്മൾ സ്വല്പം വെളിച്ചെണ്ണ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാ നീ ബാക്കി കാണട്ടെ എന്ന് പറഞ്ഞ് കുശുമ്പ് കുത്തി പോയതാണ് അമ്മ. അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. നമ്മൾ ചിക്കൻ കറിയിലേക്ക് വരാം. അപ്പോൾ ഇനി സവാളയും തക്കാളിയും ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഈ സവാളയും തക്കാളിയും പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി നമ്മൾ സ്വല്പം കല്ലുപ്പ് ഇടുകയാണ്. കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ സവാളയും തക്കാളിയും പെട്ടെന്ന് വഴന്നു വരും. ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാത്തതാണ്, ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫലവത്താവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സവാളയും തക്കാളിയും വഴറ്റി വന്നിട്ടുണ്ട്. ഗ്യാസ് തീർന്നു ഗൈസ്, ഗ്യാസ് കത്തിക്കാനാണ്. ഓ ഡാർക്കായി ഗൈസ്. ഗൈസ് എല്ലാം പൊട്ടിച്ചു കൈ കൊടുത്തു. ജോഷി ചതിച്ചാശാനെ, ജോഷി ചതിച്ചു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞങ്ങൾ ഗ്യാസ് ഫിക്സ് നമുക്ക് ചെയ്തു ഗൈസ്. ഇനി നമുക്ക് പാചകത്തിലേക്ക് വരാം. 2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി അതൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ വെച്ച് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഇടുന്ന പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടി നമ്മൾ പതുക്കെ ആ കൂട്ടതിലേക്ക് ചേർത്ത് തീ കുറച്ച് വെച്ച് അത് പതുക്കെ ആ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. ഹലോ ഗൈസ്, അടുത്തായിട്ട് പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ചിക്കൻ ഇടാൻ പോവുകയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ആ കൂട്ടിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആഹാ, എന്തൊരു ഭംഗി, എന്തൊരു ചേലാണ്. ചിക്കൻ ഒന്ന് ഡൈലൂട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒത്തിരി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ചിക്കനിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മളിത് ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് കാണാം ഗൈസ്. ഓക്കെ, നമ്മുടെ ചിക്കൻ കറി അതിന്റെ 1/4 ഭാഗമായിരിക്കുകയാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ആവി പൊങ്ങുന്ന ചിക്കൻ കറി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആഹാ, എന്താണ് ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ ഒരു ബ്ലോഗറാണ്. ചേട്ടൻ്റെ വോയിസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ചാനൽ കൂടിയുണ്ട്. നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ചേട്ടൻ പ്ലീസ് കം. ചേട്ടൻ ഇതാണ് ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ വന്നാണ്. ഞാൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഗ്രേവി ഒഴിച്ചു തരാം. ചൂടുണ്ടാവും. ചിക്കൻ കറിയുടെ അപാരത. താങ്ക് യു ചേട്ടാ. തരാൻ പാടില്ലാത്തതാണ്, എന്നാലും ചേട്ടനായതുകൊണ്ട് തരാം. ചിക്കൻ പിടിച്ച് കൈ പൊള്ളി ഗൈസ്. താങ്ക് യു.